ഹലോ, അപ്പം എൻ്റെ വീട്ടുകാരൊക്കെ എത്തി. ഒരു മിനിഞ്ഞാന്ന് എത്തി. ഇന്നലെ പോകുന്നുള്ള ചേച്ചിയുടെ വീട്ടിൽ പോയി. ഇന്നിപ്പോൾ രാവിലെ രണ്ട് പൂവായിട്ട് പൂടായിരിക്കണം. പൂക്കളം ഇട്ടു. ദെൻ 3 മണിയായപ്പോൾ ചേട്ടൻ വന്നു. അപ്പം 3 മണി വരെ ചേട്ടായിനെ വെയിറ്റ് ചെയ്ത് 3 മണി വരെ ജന്തുവിനെ വെയിറ്റ് ചെയ്തിരുന്ന ജന്തുവും നല്ല ഉറക്കാണ്. ജന്തുവിന് ഞാനൊരു പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനോഷ് മുകളിലുണ്ട്. പപ്പ കടയിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബീഫും മീനും ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഉച്ച കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ഞാൻ ഇതിലിടുന്നില്ല. അത് ഞാൻ പിന്നീട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വൈനൊക്കെ പൊട്ടിച്ചു. ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം ചെറിയൊരു വൈനൊക്കെ കഴിച്ചു. നാളെയാണ് തിരുവോണം. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിലെത്തിയിട്ടുണ്ട്. പള്ളിയിൽ ഇന്ന് സാധാരണ കുർബാന, അതിനുശേഷം നമുക്ക് മത്സരങ്ങളൊക്കെ ഉണ്ട്. വടംവലി, അതുപോലെ കുട്ടികളുടെ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാവേലിയൊക്കെ ഉണ്ട്. ഇത് ഫൈനലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 30-32 അങ്ങനെ എന്തോ യൂണിറ്റുകളുണ്ട് ഇടവകയിൽ. അങ്ങനെ പങ്കെടുക്കുന്ന യൂണിറ്റുകളുടെ മത്സരത്തിനൊക്കെ ശേഷം ഫൈനൽ ഇതായിപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ബ്ലൗസ് എടുത്തതൊക്കെ എനിക്ക് ബാക്കിലായിരുന്നു കൊളത്ത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഫീഡ് ചെയ്യാനുണ്ടതുകൊണ്ട് എനിക്ക് അതൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ ഞാൻ അമ്മയുടെ ഒരു ബ്ലൗസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കേസി ഭയങ്കര പൂക്കളുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം എന്താ ഇവിടെ ഇവർ അങ്ങനെ ഒരു ഊഞ്ഞാൽ സെറ്റപ്പ്, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേസൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇലയൊക്കെ വെട്ടിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. നമുക്ക് 2 പായസമാണുള്ളത്. പാലടയും പിന്നെ എന്തുവായിരുന്നു, പരിപ്പ് പായസമായിരുന്നു. പിന്നെ എൻ്റെ പപ്പയ്ക്ക് കാലിൽ മുട്ടിന് വേദന ഉള്ളതുകൊണ്ടാണ് അപ്പം അങ്ങനെ കാല് വെച്ചിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ച്. നോണിനോട് നോ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മീൻ വറുത്തതും പിന്നെ മീൻ കറിയും ഉണ്ടായിരുന്നു. ഞാൻ കുട്ടികളുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു വന്നത്. കുറച്ച് ലേറ്റായിട്ട് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാച്ചാ, ബൈ ബൈ.